ഗൈസ്, നിങ്ങൾ ഇപ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ? ഞാനിത് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ എന്തായാലും ഞാൻ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് മണ്ടയിലോട്ട് നടന്നു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെല്ലന്താൾ എന്നാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ ചുമ്മാ അടിച്ചു നോക്കൂലോ, ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ഏതാണെന്ന്. അതുപോലെ ജസ്റ്റ് ഞങ്ങളൊന്ന് അടിച്ചു നോക്കി. അപ്പൊ നമുക്ക് കണ്ടതാണ് ഈ ഹെല്ലന്താൾ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ചുമ്മാ കാണാൻ ഗൂഗിളിൽ നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് ഇവിടെ വരെ വന്നല്ലേ, എന്നാ ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് ഇവിടെ തൊട്ടടുത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ഒരു പകുതിയല്ല, കുറച്ച് വഴി നടന്നു, ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞിട്ടൊന്നും എത്തുന്നില്ല, സംഭവം കാണുന്നില്ല. അപ്പൊ നമുക്ക് ആകെ ഡൗട്ട് വന്നു. നമ്മൾ വിചാരിച്ചു വഴി തെറ്റിപ്പോയത്. അപ്പൊ നമ്മൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു. ഇതുപോലെ ഒത്തിരി ഇങ്ങനെ ട്രാവലേഴ്സ് ഇങ്ങനെ നടന്ന് ഒത്തിരി പേര് നമ്മുടെ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നവരുണ്ട്, പോകുന്നവരുണ്ട്, അങ്ങനെ ഫുൾ ആളായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരാളോട് ചോദിച്ചു. അപ്പൊ ഇനി 1.5 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മണ്ടയിലെത്തും, അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ എന്ന് കേട്ടപ്പോ തന്നെ നമ്മൾ ആകെ ഷോക്കായി. ദൈവമേ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ 5 മിനിറ്റിനുള്ളിൽ എത്തും, 10 മിനിറ്റിനുള്ളിൽ എത്തും ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നടന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ചു. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാന്ന് ഞാൻ പലവട്ടം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്നല്ലേ, നമുക്ക് വേറെ പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ വരെ എത്തി, ഇനി എന്തായാലും കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന്റെ അവിടെയാണ്. അവിടെ വരെയാണ് നമ്മൾ ഈ 2 മണിക്കൂർ. നേരെ നമ്മൾ കയറി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ ഈ പാറക്കെട്ടുകളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അടുത്ത് നടന്നതിന്റെ ഒരു ശരിക്കും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഈ മലനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള അത്രയും സ്ഥലം പോലും ഇല്ല. അത്രയും ചെറിയ വഴി കൂടെയാണ് നമ്മൾ ഈ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത്. ഇതിന് ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ 1 മണിക്കൂറിനടുത്ത് വേണം. നമ്മൾ 1 മണിക്കൂർ അത്രയൊന്നും പോയില്ല, കാരണം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ടയേർഡ് ആയിരുന്നു. പിന്നെ ഇത്രയും നമ്മൾ സെയിം കാഴ്ചകൾ തന്നെയാണ് മുകളിലോട്ടും. അതുകൊണ്ട് നമ്മൾ പകുതി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ് ചെയ്തത്. പക്ഷെ ഈ കണ്ട അത്രയും കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. ചെറിയ ഈ മലനിരകൾ പോലെയുള്ള വഴി, അതുപോലെ തന്നെ ഫുള്ള് പാറക്കെട്ടുകള്, അതുപോലെ തന്നെ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ മേത്തോട്ടും വീഴുന്നുണ്ട്. കുറെ പേരൊക്കെ റെയിൻകോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ റെയിൻകോട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്നില്ലായിരുന്നു, തിരിച്ചു പോയെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയെന്ന് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയുണ്ട്. നമ്മൾ ഇത്രയും ഈ 2-2.5 മണിക്കൂർ നടന്നതിന്റെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ മനോഹരമായ കാഴ്ചയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് താഴെ, അത് വ്യൂ പോയിന്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴെ വന്നിരിക്കുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഐപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ലേക്കിന്റെ അടുത്ത് തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചുമ്മാ ഫോണിൽ സെർച്ച് ചെയ്തപ്പം ഇവിടെ തന്നെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, അധികം ദൂരമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിനടുത്ത് മേളിലോട്ട് തന്നെ നടക്കാനുണ്ട്. ഒരു 1.25 മണിക്കൂറിനടുത്ത് മുകളിൽ നടന്നിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ പോയത്. വ്യൂ പോയിന്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു മല നിരയാണ്. അതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ച് വരുവാണ്. കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ലേക്ക് കാണാൻ പോയത് കാരണം നമ്മൾ നല്ല ചൂടൊക്കെ ആയത് കാരണം ഷൂ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, സാധാ ചപ്പലൊക്കെ ആയിരുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഒട്ടും സെക്യൂർഡ് അല്ല ചപ്പലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറേ പേരാണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോകുന്നത് അങ്ങോട്ടല്ലേ, സെക്യൂർ അല്ല, സേഫ് ആയിട്ട് പോകണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും ഇത് തന്നെയായിരുന്നു, എല്ലാവരും നമ്മുടെ കാലിലേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ശരിക്കും ലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് പ്ലാനിലേ ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങ് പോയതാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആളുണ്ട്, ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ശരിക്കും നമുക്ക് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു
2 മണിക്കൂറിനടുത്ത് എടുത്തായിരുന്നു നമ്മൾ ഇവിടം വരെ ആ വ്യൂ പോയിന്റ് വരെ ഒന്ന് നടക്കാൻ. വ്യൂ പോയിന്റ് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 യൂറോയുടെ ടിക്കറ്റ് നമ്മൾ അത് പൈസ ആയിട്ട് തന്നെ കൊണ്ടുപോകണം. കാരണം അവിടെ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ 7 യൂറോ ഒരാൾക്ക്. എന്നിട്ട് നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്ക് കയറുകയാണ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങ് കിടക്കുവാണ്. നമ്മളൊരു 15-20 മിനിറ്റ് നടന്നു. 20 അല്ല 25 മിനിറ്റ് എങ്കിലും നടന്നു കാണും. ഫുള്ളിങ്ങനെ മലനിരകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണ് നമ്മൾ ഇവിടം വരെ പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പും കാറ്റും വെള്ളമൊക്കെ ഇങ്ങനെ. അപ്പൊ റെയിൻകോട്ട്, കുറെ പേരൊക്കെ റെയിൻകോട്ടൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. നമ്മളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കൂടുതൽ പേരും റെയിൻകോട്ടും വലിയ ഷൂവും ഇതൊക്കെ ഇട്ടിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണേണ്ട ഒരു വ്യൂ തന്നെയാണ്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അങ്ങോട്ടും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ മാക്സിമം ഏറ്റവും ടോപ്പിൽ എത്തണമെങ്കിൽ 1.5 hours എടുക്കും. നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു പോകുന്നു. ജസ്റ്റ് കണ്ടിട്ട്. കാരണം മൺഡേ വരെ പോകാൻ പിന്നെ നമ്മുടെ കയ്യിൽ ഷൂ ഇല്ല. അതെല്ലാം കൊണ്ട് നമ്മൾ അധികം പോകാൻ നിന്നില്ല. എന്നാലും അരമണിക്കൂർ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ മേൽ കണ്ട വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു ഏരിയ ആണിത്. ഇതിലെ കൂടെ താഴോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.